അപ്പം സാക്ഷാൽ നാരായണൻ ആദ്യകാലത്ത് സൂര്യന് ഉപദേശിച്ചു, വേദങ്ങളെ പറ്റിയും സകല കാര്യങ്ങളെയും പറ്റിയും ഉപദേശിച്ചു. അപ്പം അങ്ങനെ സൂര്യന് ഉപദേശം കൊടുത്ത ഒരു സിദ്ധാന്തമാണ് സൂര്യ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം. അപ്പം ഗീത നമുക്കറിയാം, ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചു. എന്നാല് ആദ്യം ഭഗവാൻ ഉപദേശിച്ചത് സൂര്യദേവനാണ്. സൂര്യനാണ് ആദ്യമായി ഭഗവത്ഗീത ഉപദേശിച്ചത്. അങ്ങനെ നിയമമാണ്. അത് ഗീതയിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് ഗീത വളരെയേറെ വിവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് ശാസ്ത്രശാഖ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഇതിനകത്ത് പാസ്റ്റ് ലൈഫ് കർമ്മങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് രാശിചക്രങ്ങളില് 12 രാശികൾ. അപ്പൊ അത് 1-ാം ഭാവം മുതൽ 12-ാം ഭാവം വരെ ഓരോരോ ചിന്തകളാണ് ഇതിനകത്ത് വരിക. അപ്പൊ 1-ാം ഭാവം കൊണ്ട് ചിന്ത ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസുഖം ജയോ വവുശ്ച തത് സർവം ചിന്തനീയം വിലഗ്നത. അപ്പൊ 1-ാം ഭാവം കൊണ്ട് അവനവനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അവനവനെ എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയാണ് ഈ മനുഷ്യൻ. അതുകൊണ്ടാണ് ഭൂമിയെ നമ്മള് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു കൂടി. അതിനകത്ത് ഭൂമിയെ പറഞ്ഞില്ലല്ലോ. ആ ഭൂമി എന്ന് പറയുന്നതാണ് ഈ വ്യക്തി, ഈ ഞാൻ ഇവിടെ വസിക്കുന്ന ആള്. മനസ്സിലായോ? അപ്പൊ ഈ ഭൂമിയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള ചിന്തയാണ് അസ്ട്രോളജി. മനസ്സിലായി? ഇതിനകത്ത് അതുകൊണ്ടാണ് സൂര്യന് വേലിയേറ്റങ്ങളുണ്ട്, വേലി ഇറക്കങ്ങളുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ദുരിതങ്ങളും ഭൂമി കുലുക്കങ്ങളും ഉൾക്കകളും ഒക്കെ സംഭവിക്കാറില്ലേ? ഇതെല്ലാം ഭൂമിയിലാണ് സ്വാധീനിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനെയും ജീവജാലങ്ങളെയും ഒക്കെ തന്നെയും ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അവനവനെ ചിന്തിക്കുന്ന സ്ഥാനമാണ്, ആ ഭൂമിയെ തന്നെ ചിന്തിക്കുന്ന സ്ഥാനമാണ് 1-ാം ഭാവം. മനസ്സിലായോ? അപ്പം ഈ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങളെ പറ്റി ചിന്തിക്കുന്ന വിഷയം വരുമ്പോൾ നമ്മൾ നേരെ ഇതിന്റെ 5-ാം ഭാവത്തിലേക്ക് പോകണം. അപ്പൊ 5-ാം ഭാവം കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ, പഞ്ചമം കൊണ്ട് ചിന്തിപ്പു ബുദ്ധി പുത്ര രമാത്യരും വിചാരശക്തിയും മന്ത്രം പൂർവ പുണ്യവും എന്നിവ. അപ്പൊ പൂർവ്വപുണ്യങ്ങളെയും ശുഭ അശുഭങ്ങളെയും ചിന്തിക്കുന്ന ഭാവമാണ് ഏത്? 5-ാം ഭാവം. മനസ്സിലായോ? അപ്പൊ ഈ അസ്ട്രോളജിയിലുള്ള ഒരു ഭാഗം മാത്രമാണ് ഏത്? പൂർവജന്മ കർമ്മ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർമാരെ നമുക്ക് എടുക്കാം. അപ്പൊ അതിനകത്ത് എല്ലാ ഡോക്ടർമാർക്കും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങളെ വിശദമായി ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി. നമ്മൾ അതിനകത്ത് റിസർച്ച് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇതുണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ല. അപ്പൊ നമ്മളെ എന്ന് പറയുന്നത് പാരമ്പര്യമായ രീതിയിൽ അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബമാണ്. എന്റെ അച്ഛൻ ജ്യോതിഷനാണ്, എന്റെ വെല്ലിച്ചൻ ജ്യോതിഷനാണ്, എന്റെ വെല്ലിച്ചന്റെ അച്ഛൻ അമ്പലപ്പുഴ സാമൂതിരിക്കും ഉപദേശം കൊടുത്തിരുന്ന കൊട്ടാരം ജ്യോതിഷനാണ്. അപ്പൊ അത്രയധികം പാരമ്പര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ കബഡി എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടും വാങ്ങിച്ചതല്ല. അത്രയും പാരമ്പര്യമായ രീതി കൈമറിഞ്ഞ് ഇപ്പോ ഈ ഉള്ളവരിലേക്ക് വന്നു ചേർന്ന ഒരു നിധിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കബഡി. ഏകദേശം എത്ര വർഷമായി കാണും? ആലോചിച്ചു. അപ്പൊ സാമൂതിരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇതോടെ 4 തലമുറയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യം. അത്രയധികം കൈമറിഞ്ഞു വന്നതാണ്. നമ്മൾ എവിടെ ഒന്നും വാങ്ങിച്ചതല്ല. ഇതാണ് പാരമ്പര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പം അവര് രാജാക്കന്മാരുടെ കാലമല്ലേ, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം, അതിന് കൃത്യത ഉണ്ടാവണം. അപ്പൊ അന്നത്തെ കാലത്തുള്ളവർ എന്ത് ചെയ്തു? കൃത്യമായ രീതിയിൽ പഠിക്കുകയും ഋഷി പ്രോക്തമായ കാര്യങ്ങളെ കണ്ടെത്തി അല്ലെ അങ്ങനെയുള്ള ഋഷീശ്വരന്മാരിൽ നിന്നൊക്കെ തന്നെയും ജ്ഞാനങ്ങൾ പ്രാപിച്ച് അവരിൽ നിന്നും അറിവ് സമ്പാദിച്ച് അത് കൃത്യമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയൊന്നും ഒരു ക്ലാസ്സിന് പോയിട്ടല്ല ഇത് പഠിച്ചേക്കുന്നത്. തലമുറകളായി നമ്മുടെ പൂർവികര് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ശാസ്ത്രം, അപ്പൊ ഈ പാസ്റ്റ് ലൈഫ് കർമ്മയില് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോ ഒരച്ഛൻ ഒരമ്മ, ഒരു സ്ത്രീ പുരുഷൻ ഇണയുക. അപ്പം പുരുഷൻ എന്ന് പറയുന്നവരാണ് സൂര്യനാണ്,
ചന്ദ്രൻ എന്ന് പറയുന്ന ആരാണ്? അമ്മയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള സംയോഗമാണ് ഒരു പുത്രന് ജന്മം എടുക്കാനായിട്ട് കാരണം വരുന്നത്. അപ്പൊ ഒരാത്മാവ്, ആത്മാവിന്റെ കർമ്മയില് ഒരച്ഛനും അമ്മയും ഇണചേർന്ന് ഈ ആത്മാവ് ഈ ഭൂമിയിലേക്ക് പിറക്കാൻ ഇടയാകും. അപ്പൊ ഈ ആത്മാവ് യഥാർത്ഥത്തില് ഈ അച്ഛന്റെയും അമ്മയുടെയും DNA ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഗർഭത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിച്ച് ഓരോരോ പ്രോസസ് ഉണ്ടല്ലോ, ഇത്ര മാസം വരെ ഉണ്ടല്ലോ, 10 മാസത്തെ കർമ്മ, 9 മാസം കഴിഞ്ഞിട്ട് 10-ാം മാസത്തെ ജനിക്കണമെന്നുള്ളത് നിയമമാണ്. ചില കുട്ടികൾ നേരത്തെയും ജനിക്കാം, അല്ലെങ്കിൽ ഗർഭസംബന്ധമുള്ള അതിന്റെ പിന്നിൽ വേറെ റീസൺ ഉണ്ടാവും. അതെന്താ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇവിടെ ഒരാത്മാവ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സൂര്യസിദ്ധാന്തത്തിൽ പറയുന്നത്, കർമ്മ അസ്ട്രോളജിയിൽ പറയുന്നത്, ആത്മാവിന് തന്റെ പുനർജന്മങ്ങളെ പറ്റി ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് അറിയാമായിരുന്നു എന്നാണ്. ചിന്തയുണ്ടായിരുന്നു, തന്റെ പൂർവ്വകർമ്മങ്ങളെ പറ്റി ചിന്തയുണ്ടായിരുന്നു. അപ്പൊ ഈ ആത്മാവ് ഇങ്ങോട്ട് പുനർജനിക്കുന്നത് എന്തിനാണ്? തന്റെ കർമ്മഘടങ്ങളെ വീട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഈ ആത്മാവ് പറക്കുക. അപ്പം തന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, അതായത് ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയം വരെ ആത്മാവിന് എന്തുണ്ടാവും? തന്റെ പൂർവ്വകർമ്മങ്ങളെ പറ്റി ജ്ഞാനവാനായിരിക്കും. അപ്പം രാഹുകേതുക്കളുടെ സ്വാധീനം എപ്പോൾ ബാധിക്കും? ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് കഴിയുന്ന സമയത്ത്, അമ്മയുടെ പൊക്കിൾ കടി കട്ട് ചെയ്യുന്ന സമയത്ത് തന്റെ കഴിഞ്ഞ ജന്മം ആത്മാവിന്റെ സ്മൃതിയിൽ നിന്നും വിട്ടുപോകും.